ഹായ്, കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എന്തോ പറയണമെന്ന് തോന്നി. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്നറിയോ? ഞാനും ഈ അടുത്തായിട്ടാണ് കേട്ടത്. അതിൻ്റെ സിംറ്റംസൊക്കെ കണ്ടപ്പോൾ ഓക്കെ, എനിക്ക് മേ ബി അത് കാണും എന്ന് ഞാൻ കരുതി. അപ്പോൾ നിങ്ങളിൽ കാണുന്ന പല ആൾക്കാർക്കും കാണുമായിരിക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക. ഐ മീൻ, ഇപ്പോൾ സന്തോഷം വന്നു പറഞ്ഞാൽ എക്സ്ട്രീമായിട്ട് സന്തോഷിക്കുക, സങ്കടം വന്നാൽ പിടിച്ച് നിർത്താൻ പറ്റാതെ നമ്മൾ വിഷമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ അത്യാവശ്യം വേറെ ആൾ നമ്മളെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ സീക്കറാണ് എന്ന് മറ്റുള്ളവർ കരുതുമെങ്കിലും പക്ഷെ മേ ബി നമ്മളങ്ങനെ ആയിരിക്കില്ല. നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മളത് പ്രകടിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. ഏതൊരു ഇമോഷനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സ്ട്രീമായിട്ടായിരിക്കും നമ്മളത് കാണിക്കുക. അപ്പോൾ ചില ആൾക്കാർ കാണുന്നവർ വിചാരിക്കും, ഓ ഇവൾ വൺ ഷോ ആണ്, അറ്റൻഷന് വേണ്ടിയിട്ട് കാണിക്കുന്നതെന്നൊക്കെ. പക്ഷേ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ഈ സിനിമ കണ്ടിട്ട് ചെറിയൊരു എന്തെങ്കിലും ഒരു ശോക സീനൊക്കെ ആയിരിക്കും, പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് വിഷമിക്കും. ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ. എനിക്ക് ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ മതി, ആർക്കെങ്കിലും എന്തെങ്കിലും എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് കറിയും, അയ്യോ എന്നാലും എന്ന് പറഞ്ഞിട്ട് കുറേ ഇരുന്ന് വിഷമിക്കും. അതേപോലെ തന്നെ എനിക്ക് സന്തോഷം വന്നാൽ അങ്ങേയറ്റം ഞാൻ സന്തോഷിക്കും. എനിക്കൊരു ലിമിറ്റേ ഇല്ല ഒരു കാര്യത്തിനും. എന്താണെന്നുണ്ടെങ്കിലും എല്ലാം ലിമിറ്റ് ഇല്ലാതെ ഞാൻ ചെയ്യും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് ക്ലോസ് ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് അവർ എൻ്റെ അടുത്ത് ഡെയിലി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സംസാരിക്കാതിരുന്നു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തോ എനിക്ക് എൻ്റെ ലൈഫിൻ്റെ ഏതോ ഒരു പാർട്ട് മിസ്സായ ഒരു ഫീലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഒരിക്കലും ഒരാളെയും അറിയാതെ കുറ്റപ്പെടുത്താതിരിക്കുക, മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ ഇന്നേക്ക് എത്രയേ ഉള്ളൂ. ബൈ.